ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന പരിപാടിയല്ല, ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുക ഞങ്ങൾ. അങ്ങനെ ഇന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. ഞങ്ങൾ സ്ഥിരം ചാവക്കാട് ബീച്ചിലേക്കാണ് പോവാറ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ചാവക്കാടിന് പകരം ഓഹോ ബീച്ചിലേക്കാണ് പോകുന്നത്. ആ പേര് തന്നെ കേൾക്കാൻ തന്നെ ഒരു വെറൈറ്റി ഉണ്ടല്ലേ. ഈ പേരിലുള്ള വെറൈറ്റി തന്നെ അവിടെ ചെല്ലുമ്പം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഓഹോ ബീച്ചിലേക്ക് എത്തി. പാർക്കിംഗ് അത്യാവശ്യം വലിയ പാർക്കിംഗ് ആണ്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടാണ് അവിടെ എല്ലാം വെള്ളം കെട്ടിയിട്ടാണെങ്കിൽ ആകെ ചെളിയായിട്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണ്, പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. അത്യാവശ്യം ആൾക്കാർ ഈ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ ബീച്ചിലാണെങ്കിൽ കുറേ ഷോപ്പുകളും ടീയും സ്നാക്സും സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. എല്ലാ ഷോപ്പും ആണെങ്കിൽ കളർഫുള്ളാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ വന്ന വശം തന്നെ ഞങ്ങൾ ടീ സ്റ്റോളിൽ ചെന്നിട്ടാണെങ്കിൽ ചായയും സ്നാക്സും ഓർഡർ കൊടുത്തു. സ്നാക്സ് ആണെങ്കിൽ ഞങ്ങൾ ചിക്കൻ സമോസയും പിന്നെ ബനാന കല്ലത്തപ്പം. വെറൈറ്റി ഒരു പേരല്ലേ. വെറൈറ്റി പേര് മാത്രമല്ല, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇച്ചൂട്ടനാണെങ്കിൽ നല്ല ഉറക്കാണ്, എബിക്കുട്ടനും നല്ല ഉറക്കമായിരുന്നു. പക്ഷെ ബീച്ചിലേക്ക് എത്തിയപ്പോൾ അവൻ ഉണർന്നു. അപ്പോൾ അവനാണെങ്കിൽ ചിക്കൻ സമോസയാണ് കഴിച്ചത്, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ നടന്നു പോയപ്പം സൈഡിൽ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ, വലിയവരും കുട്ടികളും എല്ലാവരും കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ കായലിൽ ഒഴുകുന്ന വെള്ളമാണ് കടലിലേക്ക് ചേരുന്നത്. കാണുമ്പം നമുക്ക് വലിയ ആഴമായിട്ടൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ എബിക്കുട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ. എല്ലായിടത്തും ആണെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രായമുള്ള ആൾക്കാരുമായിട്ട് വരുവാണെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാം. ചാവക്കാട് ബീച്ചിലെ ആണെങ്കിൽ തിരമാലയാണെങ്കിൽ ഇത്രയും ഹൈയും ഫോഴ്സുമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഓഹോ ബീച്ചിലെ തിരമാലയാണെങ്കിൽ നല്ല ഹൈറ്റിലാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാവും. അത്യാവശ്യം കരയിലേക്കാണെങ്കിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഫ്രണ്ടിലേക്കൊന്നും പോയില്ല. കുട്ടികളെയും ഞങ്ങൾ ഒത്തിരി ഫ്രണ്ടിലേക്കൊന്നും വിട്ടില്ല. എന്തായാലും എബിക്കുട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. അവിടെയൊക്കെ ഓടി കളിക്കുകയായിരുന്നു. പിന്നെ മണലിലൊക്കെ ഭയങ്കര കളിയായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഇച്ചൂട്ടനും ഭയങ്കര ടെൻഡൻസി ഒന്ന് ഓടി കളിക്കാൻ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവനെ ആണെങ്കിൽ കടലിൽ അവിടെ വെള്ളത്തിലൊക്കെ നിർത്തി കളിപ്പിച്ചു. We've been living in sin so long, all the fields are gone. Fella stopped me on the street last night, said everything's alright. Roller coaster, make it through the day, I'm right. It seems your meal ticket is gone, but life goes on. I could never imagine something better. Yeah, right. Now you're cooking on high heat in the middle of the street. Roller. ആണെങ്കിൽ കൈറ്റൊക്കെ പറത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോഴ്സ് റൈഡിങ്ങും ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളി ബീച്ചായിരുന്നു. അവിടെയൊക്കെ ആണെങ്കിൽ സ്നാക്സും ടീയും ഒക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ചില്ല് ചെയ്യാൻ നല്ലൊരു വൈബ് തന്നെയായിരുന്നു. എല്ലാവരും വെള്ളത്തിൽ കളിക്കുന്ന കണ്ടപ്പോൾ എബിക്കുട്ടന് വലിയ ആഗ്രഹം വെള്ളത്തിൽ കളിക്കണമെന്ന്. അതുകൊണ്ട് ഇച്ചായനും പപ്പായും കൂടി ആണെങ്കിൽ അവർ രണ്ടുപേരും വെള്ളത്തിൽ ഇറക്കി കളിപ്പിക്കുകയാണ്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് കുറച്ച് ഒഴുക്ക് കൂടുതലായിരുന്നു, പിന്നെ വഴുക്കുന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. തോർത്തൊന്നും കൊണ്ടുവരാൻ മറന്നുപോയി. കുട്ടികളുടെ ഡ്രസ്സ് ഓൾറെഡി എൻ്റെ ബാഗിൽ ഉണ്ടായതുകൊണ്ട് അവരെ വെള്ളത്തിലോട്ട് ഇറക്കി. നെക്സ്റ്റ് ടൈം ഓഹോ ബീച്ചിലേക്ക് വരുമ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണം. അങ്ങനെ കുട്ടികൾ രണ്ടുപേരും വെള്ളത്തിലൊക്കെ കളിച്ച് അവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പം അവിടെ എല്ലാം ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. അങ്ങനെ അവിടെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കാണാൻ. അങ്ങനെ ഇവിടെ കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. നാടൻ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, കപ്പയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ മോമോസ് ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പിന്നെ ഐസ്ക്രീം സ്റ്റോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നെ കുട്ടികൾക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ കപ്പ് ഐസ്ക്രീം മേടിച്ചു, വാനില ഫ്ലേവറിൻ്റെ.
അങ്ങനെ ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നാളെ ഞങ്ങൾക്ക് വെളുപ്പിനെ 3 മണിക്കാണ് തിരിച്ച് ഊട്ടിയിലേക്ക് പോകേണ്ടത്. എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഡിന്നറിലേക്ക് ആണെങ്കിൽ ഒരു തട്ടുകടയിൽ നിന്നാണെങ്കിൽ കൊള്ളിയും ബീഫും മേടിച്ചു. പാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യുക. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.